നമസ്കാരം. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ താനല്ല കൊലപ്പെടുത്തിയതെന്ന് മൊഴി മാറ്റി പ്രതിയായ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ ഇത് പറഞ്ഞ് കരയുകയും തനിക്ക് ചികിത്സ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായിരുന്ന ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാനസികരോഗ വിഭാഗം സാക്ഷ്യപ്പെടുത്തിയതോടെയാണ് ഇയാൾ അഭിനയിക്കുകയാണോ എന്ന സംശയം ഉയരുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റി. അറസ്റ്റിന് പിന്നാലെ റൂറൽ എസ്.പി ഹരികുമാറിന് മാനസിക അസ്വസ്ഥ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പ്രതി പലപ്പോഴായി മൊഴി മാറ്റുന്നത് കൊലയുടെ കാരണം ഉൾപ്പെടെ വ്യക്തമാകുന്നതിന് വെല്ലുവിളിയായി മാറുകയാണെന്നും മാനസിക പ്രശ്നമുണ്ടെന്നുമാണ് പോലീസ് പറഞ്ഞത്. ഇക്കാര്യം കോടതിയെയും അറിയിച്ചിരുന്നു. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹരികുമാറിനെ പരിശോധിച്ച സൈക്കാട്രി വിഭാഗം വിദഗ്ധരാണ് ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന പ്രാഥമിക നിഗമനത്തിലെത്തിയത്. 2 ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഹരികുമാറിനെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അംഗീകരിച്ചിരുന്നില്ല. കോടതിയിൽ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനാൽ മാനസിക രോഗ വിദഗ്ധന്റെ സർട്ടിഫിക്കറ്റ് കോടതി ആവശ്യപ്പെട്ടു. ഇന്നലെ ഉച്ചയോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നില്ല. തുടർന്ന് ഇന്നാണ് ഹരികുമാറിനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. കസ്റ്റഡി അപേക്ഷ പരിഗണിക്കവെയാണ് താനല്ല കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് ഹരികുമാർ മൊഴി മാറ്റിയത്. വ്യാജരേഖ ചമക്കലിനും സാമ്പത്തിക തട്ടിപ്പിനും അറസ്റ്റിലായി അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കഴിയുന്ന കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട 10ഓളം പരാതികളിൽ ശ്രീധുവിന്റെ അമ്മ ശ്രീകലയെ നെയ്യാറ്റിൻകര മാരായമുട്ടം എസ്എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലിയിൽ നിയമന ഉത്തരവ് നൽകി ബാലരാമപുരം നെല്ലിവിള സ്വദേശിയായ ജെ ഷിജുവിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങി കബളിപ്പിച്ചു എന്ന പരാതിയിലാണ് ശ്രീധു റിമാൻഡിൽ കഴിയുന്നത്. അതേസമയം ശ്രീധുവിന്റെ രണ്ടാം ഭർത്താവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനാണോ എന്ന തരത്തിൽ സംശയങ്ങളെത്തിയിരുന്നു. വിവാദത്തിൽപ്പെട്ട ജ്യോതിഷി ശംഖുമുഖം ദേവിദാസിന്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങളുണ്ടായത്. കുറച്ചുനാൾ മുമ്പ് തന്നെ ശ്രീധുവും മറ്റൊരാളും കാണാൻ വന്നെന്ന് കൂടെ വന്നയാൾ ഭർത്താവെന്ന് പരിചയപ്പെടുത്തിയെന്നുമായിരുന്നു ദേവിദാസ് ആരോപിച്ചത്. നേരത്തെ ഇയാൾ ഈ ആരോപണം പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇന്നലെയും ഈ ആരോപണം വീണ്ടും ആരോപിക്കുകയായിരുന്നു. തനിക്കും ഭർത്താവിനും ദേവസ്വം ബോർഡിലാണ് ജോലിയെന്ന് ശ്രീധു പറഞ്ഞുവെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ആദ്യ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടിയില്ലെന്നും ശ്രീധു പറഞ്ഞതായി നേരത്തെ ജ്യോതിഷി വെളിപ്പെടുത്തി. ഇതോടെ ലിവിംഗ് ടുഗദറുകാരനാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന് സംശയമെത്തി. ഇയാളെയാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരനെന്ന് ശ്രീധു പരിചയപ്പെടുത്തിയതെന്ന് ജ്യോതിഷി ഇന്നലെ പറഞ്ഞു. മുമ്പ് ദേവസ്വം ബോർഡിലെ ജോലിക്കാരും ജ്യോതിഷി പറഞ്ഞിരുന്നില്ല. ബാലരാമപുരത്ത് പല നിർണായക ചോദ്യങ്ങൾക്കും ഇനിയും പോലീസിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇതിനിടയിലാണ് ശംഖുമുഖം ദേവിദാസൻ വീണ്ടും ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ബാലരാമപുരത്ത് ദേവേന്ദ് എന്ന 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ തനിക്ക് പങ്കില്ലെന്ന് ജ്യോത്സ്യൻ ശംഖുമുഖം ദേവിദാസൻ പറയുന്നു. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ശ്രീധുവിന് ഒരു മാർഗ്ഗനിർദ്ദേശവും നൽകിയിട്ടില്ലെന്നും ശ്രീധു തലമുണ്ടനം ചെയ്തത് തന്റെ നിർദ്ദേശപ്രകാരമല്ലെന്നും ശംഖുമുഖം ദേവിദാസൻ പറഞ്ഞു. വാഹനവും വീടും വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 36 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടോ എന്ന് പോലീസ് ചോദിച്ചു. ഇക്കാര്യം താൻ നിഷേധിച്ചു. തെളിവുണ്ടെങ്കിൽ നടപടിയെടുക്കാമെന്നും പറഞ്ഞു. ഫോണിൽ ഭീഷണിപ്പെടുത്തി എന്നതാണ് തനിക്കെതിരെയുള്ള മറ്റൊരു ആരോപണം. തെളിവുകൾ പരിശോധിക്കാനായി ഫോണുകൾ പോലീസിന് നൽകിയിട്ടുണ്ട്. 36 ലക്ഷം രൂപ താൻ തട്ടിയെന്ന് അവർ പരാതി കൊടുത്തതിന്റെ കാരണം അറിയില്ല. ബ്ലാക്ക്മെയിൽ ആയിരുന്നു ഉദ്ദേശമെന്ന സംശയം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നും ദേവിദാസൻ പറയുന്നു. ചോദ്യം ചെയ്യാൻ വരാമെന്ന് അറിയിച്ചിട്ടും പോലീസ് ബലമായി പിടിച്ചുകൊണ്ടുപോയി. മാധ്യമങ്ങൾക്ക് മുമ്പിൽ കള്ളനായി പോലീസ് തന്നെ ചിത്രീകരിച്ചു. ഹരികുമാർ എൻ്റെ അടുത്ത് ജോലി ചെയ്തിരുന്നപ്പോൾ അവൻ്റെ ശമ്പളം വാങ്ങാൻ അമ്മയും സഹോദരിയും മാസത്തിലൊരിക്കൽ വരുമായിരുന്നു. 3 മാസം അയാൾ എൻ്റെ അടുത്ത് ജോലി ചെയ്തു. പിന്നീട് അയാളെ ഞാൻ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. ചിലർ ജ്യോതിഷത്തെ അടച്ചാക്ഷേപിക്കുകയാണ്. മാധ്യമങ്ങൾ എനിക്കെതിരെ വ്യക്തിഹത്യ നടത്തി. കുറ്റക്കാരനല്ല എന്നറിഞ്ഞിട്ട് മാധ്യമങ്ങൾ വേട്ട നടത്തുന്നു. ഇനിയും വ്യക്തിഹത്യ തുടർന്നാൽ മാധ്യമപ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ദേവിദാസൻ പറഞ്ഞു. കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബവുമായി തനിക്ക് അടുത്ത ബന്ധമില്ലെന്നും ദേവിദാസൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. തനിക്കെതിരെ വ്യാജ വാർത്തകൾ നൽകുന്നവർ അനുഭവിക്കുമെന്നും ജ്യോത്സ്യൻ ഇന്നലെ തന്നെ പറഞ്ഞു വെച്ചു.